ഹലോ എവരിവൺ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡൊമിനാർ 400 ഓണേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഡൊമിനാർ 400 ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഡൊമിനാർ 400 ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക. അതുപോലെ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അതല്ല, നിങ്ങൾ ഡൊമിനാർ 400 ഓൺ ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഈ ടെക്നിക്കൽ ഇത് അറിഞ്ഞിരിക്കണം എന്നാണെങ്കിൽ മാത്രം കാണുക. അല്ലാതെ ഞാൻ വീഡിയോ കാണാൻ ഞാൻ നിർബന്ധിക്കില്ല. ആൻഡ് ഇപ്പോൾ ഗൈസ്, നമ്മൾ ഡൊമിനാർ 400 ഓണേഴ്സ് ഇപ്പോൾ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഈ ഒരു മിസ്സിങ്ങിൻ്റെ ഇഷ്യൂ ആണ്. ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾ വണ്ടി രാവിലെ കോൾഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഉള്ള പ്രശ്നം, വണ്ടി കോൾഡ് സ്റ്റാർട്ട് ആവില്ല. ഒരു 3-4 വട്ടം സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ആക്സിലേറ്ററൊക്കെ കൊടുത്ത് പിടിച്ച് വേണം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെയാണോ ആവേണ്ടത്? നോ, വണ്ടി കോൾഡ് സ്റ്റാർട്ടിൽ ഒറ്റ ശരിക്കും സ്റ്റാർട്ട് ആവണം. അങ്ങനെ സ്റ്റാർട്ട് ആവുന്നില്ല എങ്കിൽ വണ്ടിക്ക് പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്ന് ക്ലച്ച് ഒന്ന് പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകുന്നു. വണ്ടി ഓടിയൊരു എന്താ പറയുക, സിറ്റിയിലൊക്കെ ട്രാഫിക്കിലൊക്കെ നിർത്തി ട്രാഫിക്കിൽ നിന്ന് നമ്മളൊന്ന് വണ്ടി മുന്നോട്ട് എടുക്കാൻ നോക്കുമ്പോൾ വണ്ടി അങ്ങനെ ഓഫായി പോകുന്നു. വണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, വണ്ടി ന്യൂട്രലിൽ നിൽക്കുന്നില്ല. ന്യൂട്രലിൻ്റെ അത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റ്, ഡാഷ്ബോർഡിലുള്ള ലൈറ്റ്, നമ്മുടെ മീറ്ററിലുള്ള ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റേ ചെയ്ത് നിൽക്കുന്നില്ല. പിന്നെ നമ്മൾ ന്യൂട്രലിലേക്ക് ഇടാൻ നോക്കുമ്പോൾ ന്യൂട്രലിൽ വീഴുന്നില്ല. ഈ ഒരു ഇഷ്യൂസൊക്കെ ഇതിപ്പോൾ 1-2 എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം 99% ഓഫ് ഡൊമിനാർ ഓണേഴ്സ് ഇത് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്. നിങ്ങൾ ഷോറൂമിൽ സർവീസ് സെൻറ്ററിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടാവും. പക്ഷേ കാര്യം ഫിക്സ് ആയിട്ടില്ല ഇതുവരെയും. അവർക്കും സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല ഷോറൂം സർവീസ് സ്റ്റാഫിന്. ഞാൻ ഇതിൻ്റെ പുറകെ ഒരു 4 മാസത്തിന് മുകളിലായി നടക്കുന്നുണ്ട്. 4 മാസത്തിന് മുകളിൽ ഞാൻ ഇതിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇതിൻ്റെ പേരും പറഞ്ഞ് ഞാനൊരു 10 വട്ടത്തിൻ്റെ മുകളിൽ ഞാൻ സർവീസ് സെൻറ്ററിൽ പോയി. ഞാൻ ആ പരിപാടിയെ നിർത്തി. അവിടെ കൊണ്ടുപോയിട്ട് ഇത് കാണിക്കുന്ന, കാരണം അവർക്കും പിടികിട്ടുന്നില്ല എന്താ സംഭവം. അവർ പറയുന്നത് അവിടെ പോയി വരുമ്പോൾ എല്ലാം ഓക്കെയാണെന്നാണ് പറയുന്നത്. കാരണം വണ്ടി അവിടെ ചെന്ന് ചൂടാകുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് നേരം ഒന്ന് ഓക്കെ നിൽക്കും. പിന്നെ ആ ഒരു പ്രശ്നം ഇതാവാണെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ഇല്ലാത്തൊരു ടൈപ്പിലാണ് ഈ ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ഇഷ്യൂസ് എന്ന് വെച്ചാൽ രാവിലെ കോൾ സ്റ്റാർട്ട് ആവുന്നില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. കോൾ സ്റ്റാർട്ട് ആകുമ്പോൾ 3-4 വട്ടമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിടിച്ച് ആക്സിലേറ്ററൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് നിൽക്കണം, എന്നാലേ വണ്ടി ഐഡിയലിൽ നിൽക്കുകയുള്ളൂ. പിന്നെ സെക്കൻഡ് ഇഷ്യൂ, വണ്ടി ക്ലച്ച് പുള്ള് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി ഓഫായി പോകുന്നു. പിന്നെ നമ്മുടെ ന്യൂട്രലിൽ നിൽക്കുന്നില്ല, വണ്ടി ബ്ലിങ്ക് ആയിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി നടക്കുന്നില്ല. ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷൻ 10 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം. യെസ് ഗൈസ്, 10 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നതിന് മുമ്പിൽ നിങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ടച്ച് കിട്ടുകയില്ല. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്നതിന് മുമ്പിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ഒന്ന് ഷോറൂമിൽ ചെല്ലുക, അതായത് സർവീസ് സെൻറ്ററിൽ ചെന്നിട്ട് ഈ കാര്യം പറയാം. അവരപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾ ടോട്ടൽ ബോഡി ക്ലീനിങ്, ടോട്ടൽ ബോഡി സെൻസർ ചെക്ക് ചെയ്യും. ബാക്കി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന്, അവർക്ക് മേജറായിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ എന്നിട്ട് നിങ്ങളുടെ പ്രശ്നം ഫിക്സ് ആയിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന ട്രിക്ക് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. വേറെ തല പുകയുന്ന കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതിന് വേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ. യെസ് ഗൈസ്, ഒരു സ്കെയിലാണ് വേണ്ടത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഫ്രീ പ്ലേൻ്റെയാണ്, ക്ലച്ച് ഫ്രീ പ്ലേ. അപ്പോൾ നിങ്ങൾ ഓർക്കും, ക്ലച്ച് ഫ്രീ പ്ലേക്ക് ഇത്രയും വലിയ ഇതുണ്ടോയെന്ന്. യെസ് ഗൈസ്, നമ്മുടെ ക്ലച്ച് ഫ്രീ പ്ലേ അത് തന്നെയാണ് മെയിൻ ഇഷ്യൂ. അതിൻ്റെ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് ഡിസെൻഗേജും എൻഗേജും ആവില്ല. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള സെറ്റിങ്സിലല്ല ഉള്ളതെങ്കിൽ, മെഷർമെൻറ്റ്സിലല്ല ഉള്ളതെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം, വണ്ടി ഞാൻ പറഞ്ഞ കോൾഡ് സ്റ്റാർട്ടിങ്, ഈ ക്ലച്ചിൻ്റെ ഇഷ്യൂ, ക്ലച്ച് പുള്ള് ചെയ്യുമ്പോൾ ഓഫായി പോകുന്ന ഇഷ്യൂ, പിന്നെ
ന്യൂട്രൽ ബ്ലിങ്ക് ആവുന്ന ഇഷ്യൂ, ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്നു കേട്ടോ. ഈ നിങ്ങൾക്ക് ഇത് കണ്ടാൽ അറിയാം, നല്ല വെള്ളം ഒഴുകുന്നു, നല്ല മഴയാണ്, മുടിഞ്ഞ മഴയാണ്. ഇതിന് വേണ്ടി തന്നെ കുറച്ച് സമയം മെനക്കെട്ട് എനിക്ക് പോകണം. എനിക്കിങ്ങനെ ക്രൗഡുള്ള സ്ഥലത്ത് പോയിട്ട് വീഡിയോ ചെയ്യുന്നതൊന്നും എനിക്ക് ഒട്ടും നടക്കുന്ന കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഇറങ്ങിയില്ല. ഞാൻ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങി, ഈ ഗോപ്രോ നനയേണ്ടെന്ന് വെച്ചിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അത് പറയാം. ടച്ച് ഫ്രീ പ്ലേ. ഓക്കെ, ഈ ഒരു സാധനം മതി. ഇപ്പം എൻ്റെ ടൂൾ ബോക്സിലുള്ള ഒരു സാധനം ഇത്. നിങ്ങൾ മേടിക്കുമ്പോൾ മെറ്റലിൻ്റെ മേടിക്കുക, മറ്റേ സാധനം മേടിക്കരുത്. ഞാനത് പ്രശ്നം വെച്ചാൽ ഞാനത് മേടിച്ച് എൻ്റെ ടൂൾ ബോക്സിലിട്ടു, പൊട്ടി പൊടിഞ്ഞു പോയി, പണിയാണ്. അപ്പോൾ നിങ്ങൾ മെറ്റലിനെ മേടിക്കുക. മെറ്റലിനാകുമ്പോൾ അവിടെ നിന്നോളൂ, ബെൻഡായി ആദ്യം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ നിന്നോളൂ. ഓക്കെ, സോ അതിൻ്റെ ഇതിലേക്ക് നമുക്ക് വരാം. നമ്മളൊരു നോർമൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ, ഒരു നോർമൽ, അതായത് ഡൊമിനാറിന് എടുക്കേണ്ട ഒരു ഏതെങ്കിലും ഒരു വണ്ടി എടുത്തോ. അതായത് നമ്മളിപ്പോൾ ഒരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻറ്ററിലോ പോയി കഴിഞ്ഞാൽ അവർ മിക്കവാറും ഫ്രീ പ്ലേ എന്ന് വെച്ചാൽ അവർ പറയും അത്യാവശ്യം ഫ്രീ പ്ലേ വേണമെന്ന് പറയും. യെസ്, ഫ്രീ പ്ലേ വേണം, ഒട്ടും ഇല്ലാണ്ടിരിക്കരുത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബാക്കി വണ്ടികൾക്ക് വെക്കുന്ന പോലെ അല്ല. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഹോപ്പ് യു ഗൈസ് ക്യാൻ സീ. ഇത് റിമൂവ് ചെയ്യട്ടെ കേട്ടോ. മുകളിലുള്ള ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നു. ഇത് വേണ്ട ഫ്രീ പ്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ, നമ്മൾ ഒറ്റ വിരലെടുക്കുക നിങ്ങളുടെ ക്ലച്ചിൻ്റെ, ഇതിൽ നിന്ന് പുള്ള് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്ലേ കണ്ടില്ലേ, അതായത് ടൈറ്റ്നെസ് വരുന്നവരെയുള്ള പ്ലേ എൻ്റെ വണ്ടി ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വണ്ടിക്ക് നമ്മുടെ ഓണേഴ്സ് മാനുവലിലെ ബജാജ് നമ്മൾ കമ്പനിക്കാർ നമുക്ക് പ്രിഫർ ചെയ്യുന്നത് 3 mm ആണ്. 3 സെൻറ്റിമീറ്റർ അല്ല, 3 mm. കണ്ടല്ലോ, ഒരു കോയിൻ വെക്കാനുള്ള ഗ്യാപ്പ് അത്രയേ നമുക്ക് നമ്മുടെ ഡൊമിന 400ൻ്റെ ഈ ഒരു ഫ്രീ പ്ലേക്ക് പറയുന്നുള്ളൂ. അത്ര തന്നെയാണ് നമുക്ക് വേണ്ടതും വെക്കേണ്ടതും. ഞാനുൾപ്പെടെ ഷോറൂംകാർ ഉൾപ്പെടെ വർക്ക്ഷോപ്പുകാർ ഉൾപ്പെടെ അത്യാവശ്യം ഫ്രീ പ്ലേ വെക്കും. എന്നിട്ട് അവർ പറയും അത്യാവശ്യം ഫ്രീ പ്ലേ വേണമെന്ന്. ഞാനും ഇതേ കാര്യം കുറേ കാര്യം വിശ്വസിച്ച്, കാരണം ബാക്കിയുള്ള വണ്ടികൾക്കൊക്കെ അങ്ങനെയാണ്, ഒട്ടുമിക്ക വണ്ടികൾക്കും ഫ്രീ പ്ലേ വേണം. ഇതിനും ഞാൻ ഫ്രീ പ്ലേ ഒട്ടും ഒഴിവാക്കിയിട്ടില്ല, ഞാൻ ഫ്രീ പ്ലേ വെച്ചിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, 3 mm ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. 3 സെൻറ്റിമീറ്റർ അല്ല, 3 mm. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഇതാണ് 3 സെൻറ്റിമീറ്റർ. നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ 3 mm ആണ്. അതായത് ഇതിനും കുറവാണ്, 5-നെക്കാളും കുറവ്. ഓക്കെ, ഞാൻ മെഷർ ചെയ്യുന്ന ഇതാണ്. ഞാനിവിടെ ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എൻഡിൽ, കണ്ടല്ലോ. നിങ്ങളൊരു 5, ഇത് ഞാനിപ്പോൾ വലിച്ച് പുള്ളി ചെയ്ത് തന്നെ ആ ഒരു ഇതായിട്ടുണ്ട്, ലൂസായിട്ടുണ്ട് അത്യാവശ്യം. നിങ്ങൾ മാക്സിമം ഈ ഒരു 1 സെൻറ്റിമീറ്ററിൽ കൂടുതൽ കൂട്ടാനേ നിൽക്കരുത്. നിങ്ങളുടെ ക്ലച്ച് എൻഗേജ് ആവില്ല, ഡിസെൻഗേജ് ആവില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരും. ഓക്കെ, ഇത് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ളവർക്കുണ്ടാവും. ഞാൻ അത് PDF ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ബജാജിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നോ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സോറി, സൂമിനായിപ്പോയി. ഓക്കെ, ഓണേഴ്സ് മാനുവലാണ്. ഓണേഴ്സ് മാനുവൽ നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ ഈ ഒരു PDF എനിക്ക് 30 ചില്ലറയാണ്, നോക്കട്ടെ. ഓക്കെ, ഡെയിലി സേഫ്റ്റി ചെക്സിൽ 31-ാം പേജിലോട്ടോ ഇതിലുള്ളത്. ചിലപ്പോൾ PDF മാറുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ പേജൊക്കെ മാറിയിരിക്കാം. നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ത്രോട്ടിൽ കേബിളിൻ്റെ ഫ്രീ പ്ലേ 3 mm. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഡെയിലി സേഫ്റ്റി ചെക്സ് ബിഫോർ റൈഡിങ് ദ മോട്ടോർ സൈക്കിൾ. ബി ഷുവർ ടു ചെക്ക് ഫോളോയിങ് ഐറ്റംസ് ഗിവൻ
Please give proper importance to these checks and perform all of them before riding. ഓക്കെ, അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ, ഓക്കെ സോറി കേട്ടോ മാറി, ഈ ഒരു ഇതിലേക്ക് പോയി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ക്ലച്ച് ഫ്രീ പ്ലേ 3 mm. ക്ലച്ച് ഫ്രീ പ്ലേ എത്ര 3 mm കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലച്ച് ഫ്രീ പ്ലേ 3 mm കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 cm അല്ല 3 mm ആണ്. നിങ്ങൾ നോക്കുക, ഞാൻ ഉൾപ്പെടെ ചെയ്ത മിസ്റ്റേക്കാണ്. ക്ലച്ച് ഇതാ ഫ്രീ പ്ലേ ഇതിൻ്റെയും കൂടുതലായിരിക്കും. ഇവിടെ നിന്നൊക്കെ ആയിരിക്കും നമ്മളെ ഇത് ടൈറ്റ് ആവുന്നത്, പക്ഷേ അത്രയും പാടില്ല. 3 mm ആണ്. കണ്ടല്ലോ, ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കാണാം. ഈ ഒരു ഗ്യാപ്പ് നോക്കി കാണാം, ഒരു കോയിൻ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. അതേപോലെ ഇവിടെ നിന്ന് പുള്ള് ചെയ്യുമ്പോഴും ഇതാ, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫിംഗർ വെക്കുക. ഓക്കെ, ഒരു ഫിംഗർ വെച്ചിട്ട് വേണം പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട്. പുള്ള് ചെയ്ത് നിങ്ങൾ ആ ഒരു മെഷർമെൻറ്റ് 3 mm ആണെന്ന് മേക്ക് ഷുവർ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്ന വീഡിയോ അപ്പുറത്ത് നമ്മുടെ എൻജിൻ സൈഡും 2 നട്ടുണ്ട്, അത് വെച്ചിട്ടും ചെയ്യുന്ന ഇതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ചെയ്യാം, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം, പ്രശ്നമില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വണ്ടി കോൾഡ് സ്റ്റാർട്ടിൽ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈമായി വണ്ടി വന്നിട്ട് എന്തായാലും കുറച്ച് ഞാൻ ടൈമായി അവിടെ വന്നിട്ട് ഒന്ന് തണുത്തിട്ടുണ്ട്. ഹാൻഡ്സ് ആർ ഫ്രീ. ഈ ഒരു ഇത് നോക്കണ്ട, എൻ്റെ സർവീസ് റിമൈൻഡർ ആയിട്ടുണ്ട്, നാളെ പോയിട്ട് ചെയ്യണം. ഞാനപ്പോൾ ഇതാക്കിയിട്ട് തന്നെ പോകാമെന്ന് വെച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത്ര നേരമായി, നിങ്ങൾ കണ്ടു കാണല്ലോ, പ്രശ്നമൊന്നുമില്ല. അതിനിപ്പോൾ ഞാൻ അവിടം വരെ ഞാൻ നിങ്ങൾക്ക് ഓടിച്ചിട്ട് ഈ ഒരു ന്യൂട്രൽ ഇടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട്. ഓക്കെ, ഈ ഒരു ഇഷ്യൂ കൊണ്ട് ന്യൂട്രൽ വീഴുന്നതും പ്രശ്നമാണെന്ന് പറയുന്ന കുറേ പേരുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റിലിട്ടു, പോയി, ക്ലച്ച് പിടിച്ചു, വണ്ടി ഓഫാവുന്നില്ല. ന്യൂട്രൽ ബ്ലിങ്ക് ആവുന്നില്ല. ഓക്കെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ക്ലച്ചിൻ്റെ ഇഷ്യൂ വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ക്ലച്ച് വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ നമ്മൾ രാവിലെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുമ്പോഴും വണ്ടി ഓഫായി പോകുന്നുണ്ട്. ഇതാ, ഞാൻ നിങ്ങൾക്ക് സെക്കൻഡിലിട്ട് വണ്ടി കാണിച്ചു തരാം. കണ്ടല്ലോ, നോ പ്രോബ്ലം അറ്റോ, ഇത്ര സ്മൂത്തായിട്ട് പോകുന്നത് നോക്കൂ. എന്നിട്ട് വീണ്ടും സെക്കൻഡിൽ ന്യൂട്രലിലേക്ക് ഇട്ടു, ഒരു കുഴപ്പമില്ല, കറക്റ്റ് പോയി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതാ ഒരു ഇതും കൂടി, ഇത് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കണ്ടല്ലോ, ഇതാ ക്ലച്ചിൽ തന്നെ വണ്ടി പോകുന്നുണ്ട്, കണ്ടോ? അപ്പോൾ മനസ്സിലായല്ലോ, നിങ്ങളുടെ ക്ലച്ച് ഫ്രീ പ്ലേൻ്റെ പ്രശ്നമാണ്. ഓക്കെ, ഇതാ ന്യൂട്രലിലേക്ക് ഇടാം. ഓക്കെ, വണ്ടിയുടെ ക്ലച്ചിൻ്റെ ഫ്രീ പ്ലേയുടെ പ്രശ്നമാണ് നിങ്ങൾ ഈ ഇത്രയും കാലം എക്സ്പീരിയൻസ് ചെയ്തത്. ഈ ഒരു ഇത് ഫ്രീ പ്ലേ നിങ്ങൾ 3 mm ആക്കിയിട്ട്, 3 cm അല്ല, അഗെയിൻ 3 mm ആക്കിയിട്ട് നിങ്ങൾ മെഷർ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങളും ഫിക്സ് ആവുന്നതാണ്. നോ ഇഷ്യൂസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് സെക്കൻഡിലും തേർഡിലും ഇട്ട് ഞാൻ വണ്ടി എടുത്ത് കാണിച്ചു. അങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട, ഫസ്റ്റ് തന്നെ ഇട്ടിട്ട് വണ്ടി മുന്നോട്ട് എടുക്കുക. ഞാൻ ഈ ഒരു ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് നിങ്ങളുടെ ക്ലച്ചിന് അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിക്ക് വേറെ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. ഈ ഒരു ടച്ച് ഡിസെൻഗേജ് ആവാത്തതാണ് പ്രശ്നം. എൻഗേജും ഡിസെൻഗേജ് ആവാത്തതാണ് ഇതിൻ്റെ കോർ ഇഷ്യൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. നിങ്ങൾ വേറെ പേടിക്കാൻ കാര്യമൊന്നും വേണ്ട. ആൻഡ് നിങ്ങളുടെ ടൂൾ ബോക്സിൽ ഈ ഒരു സ്കെയിൽ കൊണ്ടുവെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഫൈബറിൻ്റെ ആ സാധനം കൊണ്ട് ഉപയോഗിക്കാൻ നിൽക്കണ്ട. മെറ്റലിൻ്റെ ഇതെടുത്തിട്ട് 10 രൂപയുള്ളൂ. ഈ ഒരു മെറ്റലിൻ്റെ സ്കെയിൽ എടുത്ത് വെച്ചാൽ മതി. സോ ഗൈസ്, നിങ്ങൾ ട്രൈ ചെയ്യുക. വെറുതെ ഞാൻ ഇതാക്കി വെച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ വണ്ടിയിൽ ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, വണ്ടി ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഒരു കമൻറ്റ് റിവ്യൂ ഇട്ടാൽ മതി. വീഡിയോ യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ,
ബട്ട് ടെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേറെ ഒന്നും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നില്ല. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ബാക്കി ഡൊമിന 400 ഓണേഴ്സിന് ഇതൊന്ന് ഷെയർ ചെയ്യുക. അത്രത്തോളം മാത്രമേ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഐ ഹോപ്പ് ദിസ് ഹെൽപ്പ് ഓൾ ഓഫ് ദ ഡൊമിന 400 ഓണേഴ്സ്. അപ്പോൾ നിങ്ങളുടെ പ്രോബ്ലം ഇഷ്യൂ റിസോൾവ് ആവട്ടെ, നിങ്ങളുടെ റൈഡ് അടിപൊളിയാവട്ടെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ സ്മൂത്തായി നിങ്ങളുടെ വണ്ടി പോട്ടെ. അപ്പോൾ ഞാൻ കാണിച്ച കണക്ക് ഓക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം വീഡിയോയിൽ കമൻറ്റ് ഇടുക. ഓക്കെ, മറക്കരുത്. So see you guys in the next video. Until then, this is me, Viper Piston, signing off.